അംഗൻവാടിയിൽ ഓണാഘോഷത്തിനിടെ കുട്ടികളെ സന്തോഷിപ്പിക്കാനായി വീട്ടമ്മ അവതരിപ്പിച്ച ഹാസ്യപരിപാടി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ ടിൻഡു വിജേഷാണ് മകൾ പഠിക്കുന്ന വളയം നിരുവമ്മൽ അംഗൻവാടിയിൽ കുട്ടികളെ ചിരിപ്പിക്കാൻ ഹാസ്യപരിപാടി അവതരിപ്പിച്ചത്. വീഡിയോ വൈറലായതോടെ അഭിനന്ദനവുമായി മന്ത്രിയുടെ വിളിയുമെത്തി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായി കൂടുതൽ വീഡിയോകൾ എടുക്കുന്ന തിരക്കിലാണ് ടിൻഡു. നമസ്കാരം, ഞാൻ ടിൻഡു വിജേഷ്. എൻ്റെ വീട് വളയം നിരവുമ്മൽ. എൻ്റെ മകളുടെ നിരവുമ്മൽ അംഗനവാടിയിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലവ്ലി ടീച്ചർ ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അതിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ രക്ഷിതാക്കളും ടീച്ചറും പറഞ്ഞു, ടിൻഡു ഒരു പരിപാടി അവതരിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് ഒരു മദ്യപാനിയുടെ ഒരു വേഷം ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ അറിയാതെ എൻ്റെ സുഹൃത്ത് ശില്പ ശരത്ത് അത് വീഡിയോയിൽ പകർത്തി അവൾ സ്റ്റാറ്റസ് വെച്ചു. അത് കണ്ട് സുരേഷ് പ്രണവം അവരാണ് ഫേസ്ബുക്കിലേക്ക് ഇതിട്ടത്. ഞാൻ ഏറെ വൈകിയാണ് ഇത് അറിയുന്നത്, വൈറലായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇത് കണ്ട് ചിരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ തിരുവോണ ദിനത്തിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ്, ഞങ്ങളുടെ MLA EK വിജയൻ അവരൊക്കെ എന്നെ ഫോണിൽ വിളിച്ചു അഭിനന്ദിച്ചു. ഒത്തിരി സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം ഓണക്കാലത്ത് നമ്മൾ ഒത്തിരി പേര് കരഞ്ഞിരുന്നു അല്ലേ? വയനാട് ദുരന്തം, ഉരുൾപൊട്ടൽ, ഇപ്പോഴും അതൊരു വേദന തന്നെ. എന്നാൽ ഈ വർഷം കുറച്ചു പേരെയെങ്കിലും എനിക്ക് ചിരിപ്പിക്കാൻ സാധിച്ചു. സന്തോഷം തന്നെ. ചെറുപ്പകാലത്തൊക്കെ ഞാൻ മോണോ ആക്ട്, നാടകം ഇതൊക്കെ ചെയ്യുമായിരുന്നു. MIUP കുറ്റ്യാടി അവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജമാൽ സാറാണ് ആദ്യമായിട്ട് എന്നെ മോണോ ആക്ടിലേക്ക് കൊണ്ടുവരുന്നതും സബ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം A ഗ്രേഡ് ലഭിക്കുന്നതും. അവിടെയാണ് തുടക്കം. ശേഷം UP സ്കൂള്, ഹൈസ്കൂള് ഇതൊക്കെ ഞാൻ പഠിച്ചത് KRHS പുറമേരിയാണ്. അവിടെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, നാണുമാഷ്. അദ്ദേഹമാണ് മോണോ ആക്ട്, നാടകം, വില്ലടിച്ചാമ്പാട്ട് ഇതിലൊക്കെ എന്നെ കൊണ്ടുപോയതും ഒട്ടനവധി വേദികളിൽ എനിക്ക് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധിച്ചതും എല്ലാം നാണുമാഷ് കാരണമാണ്. പിന്നെ കേരളോത്സവ വേദികളിൽ എനിക്ക് 2011 സ്റ്റേറ്റ് ലെവലിൽ പോവാൻ സാധിച്ചു. അതിനെന്നെ ഏറെ സഹായിച്ചത് കാവിലുംപാറ ഈ കൃഷ്ണേട്ടൻ, AR വിജയേട്ടൻ ഇവരൊക്കെയാണ്. അവരൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിരുന്നു. കേരളോത്സവ വേദികളിൽ മോണാക്റ്റൊക്കെ അവതരിപ്പിക്കാൻ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രീ പ്രൈമറി മേഖലയിൽ ജോലി ചെയ്തു 6 വർഷത്തോളം. ഗവൺമെൻറ് LP സ്കൂൾ ചുഴലി. അവിടെ ദിവസവേതനത്തിലാണ് ജോലി ചെയ്തത്. കുഞ്ഞുമക്കളെ ഒത്തിരി ഇഷ്ടമായിരുന്നു, അവരോടൊപ്പം കളിക്കാനും ചിരിക്കാനും. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ ആ ജോലി നിർത്തിവെച്ചതാണ്. PSC പ്രീ പ്രൈമറി ലഭിക്കുമോ എന്ന് നോക്കാൻ. അങ്ങനെയാണ് മോളുടെ അംഗനവാടിയിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഞാൻ പോകാൻ, അതിൻ്റെ ഇടയിലൊന്ന് പോയി പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ കാരണമായത്. എന്തായാലും ഇനി ഒരു പ്രീ പ്രൈമറി ടീച്ചറാവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഈ പരിപാടി കണ്ട് ഏറെ ഇഷ്ടത്തോടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത്, നിങ്ങളേറെ സന്തോഷിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കി. നന്ദി.